ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വില്ലകളാണ്. 3 വില്ലകളാണ് നമുക്ക് ഇവിടെ സെയിലിനായിട്ടുള്ളത്. ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്ത് പുക്കാട്ടുപടി, എല്ലാവർക്കും അറിയുന്നതാണ്. പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്ന് വെറും 1 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന 3 വില്ലകളും സ്ഥിതി ചെയ്യുന്നത്. അത് തന്നെയാണ് ഈ 3 വില്ലകളുടെയും ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് അതിനകത്ത് നിന്ന് ഒരു വില്ലയാണ് പരിചയപ്പെടുന്നത്. ഈ വില്ലകൾ 3 നോക്കുവാണെങ്കിൽ 75 ലക്ഷം രൂപ തുടങ്ങിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാൻഡ് അളവുകൾ കൂടുന്നതനുസരിച്ചിട്ടാണ് പ്രൈസിലും വേരിയേഷൻസ് വരുന്നത്. 3.8 തുടങ്ങി 5.8 വരെയുള്ള ലാൻഡ് അളവുകളിലാണ് ഈ കാണുന്ന വീടുകളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത്. മുനിസിപ്പൽ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന 3 വില്ലകളും സ്ഥിതി ചെയ്യുന്നത്. ഇതിനകത്ത് ഏത് വില്ലകൾ സ്വന്തമാക്കണമെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർബിൾ ഹോംസുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇന്ന് നമുക്ക് ഈ ഒരു വീടിന്റെ വിശേഷങ്ങളാണ് അറിയേണ്ടത്. എലിവേഷൻ കാര്യങ്ങളൊക്കെ കണ്ടുവരുമ്പോഴേക്കും ഇവിടെ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പുക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് വെറും 1 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകണമെങ്കിൽ 14 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണെങ്കിൽ നമുക്ക് 17 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ എത്താവുന്നതാണ്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്കാണെങ്കിൽ 13 കിലോമീറ്ററുമാണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. ഈ വില്ലകളുടെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നിങ്ങൾ കണ്ടു, ടാർ റോഡ് തന്നെയാണ്. ടാർ റോഡിനെ ഫേസിംഗ് ആയിട്ടാണ് ഈ വില്ലകളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ മതിലിൽ നിന്ന് തന്നെ തുടങ്ങാം. ഭംഗിയായിട്ടുള്ള ക്ലാഡിംഗ് സ്റ്റോൺസ് ചെയ്തിട്ടുണ്ട്. GA പൈപ്പിന്റെ വർക്കുകൾ വരുന്നുണ്ട്. ലേസർ കട്ട് ഡിസൈനുകൾ വരുന്നുണ്ട്. എല്ലാ വർക്കുകളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഭംഗിയായിട്ട് തന്നെയാണ് ഇതിന്റെ മതിൽ ചെയ്തിരിക്കുന്നത്. മെയിൻ 2 പില്ലറുകളിലായിട്ട് 2 വലിയ ഷോലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ട് തന്നെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു സൈഡ് വന്നിട്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നോക്കുവാണെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് മെയിൻ ആയിട്ട് പെയിന്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു A ഷേപ്പ് കാറ്റഗറിയിൽ പെടുന്ന വീടാണെന്ന് പറയാം. അത് മാത്രമല്ല ഒരു ബോക്സ് ഷേപ്പും കൂടെ അതിനകത്ത് മിക്സ് ആയിട്ട് വരുന്നുണ്ട്. ഏറ്റവും മുകളിലായിട്ട് ടോപ്പിൽ ഓട് വാങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ GA പൈപ്പിനെ കുറച്ച് വർക്കുകൾ വരുന്നുണ്ട്. ബാൽക്കണിയുടെ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ ഗ്ലാസ് ഇട്ടിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നേരെ അകത്തേക്ക് കയറുന്ന സമയത്ത് നമുക്ക് വലിയൊരു കാർപോർച്ച് കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ സറൗണ്ടിങ് ഏരിയാസും നമുക്ക് വിസിബിൾ ആണ്. കാർപോർച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാർപോർച്ചും അതിന്റെ സറൗണ്ടിങ് ഏരിയാസ് എല്ലാം തന്നെ ഇതുപോലെ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. അതിനിടയിലെല്ലാം ഗ്രാസിന്റെ വർക്കുകൾ വരുന്നുണ്ട്. ഞാൻ നിൽക്കുന്നത് കവേർഡ് ആയിട്ടുള്ള കാർപോർച്ചിലാണ്. ഇതിന്റെ 2 പില്ലറുകൾ നോക്കിയാൽ കാണാം. ഭംഗിയായിട്ടുള്ള ഡിസൈനുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു നിൽക്കുന്ന ഏരിയയുടെ നേരെ മുകളിൽ നോക്കുകയാണെങ്കിൽ ഭംഗിയായിട്ട് നല്ല രീതിയിൽ തന്നെ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ആ കാണുന്ന സറൗണ്ടിങ് സ്പേസിലേക്ക് അടുത്ത് വരുന്ന ഗേറ്റ് തുറന്നു വരുന്ന ഏരിയയിൽ ഒരു ചെറിയ കാറും കൂടെ പാർക്ക് ചെയ്യാം. 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. നേരെ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കിണർ കാണാം. നല്ല ഹൈറ്റിലാണ് കിണർ ചെയ്തിരിക്കുന്നത്. അതിന് ആ ഒരു ചുറ്റിനും നോക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ കാക്കനാടിനോട് അടുത്ത സ്ഥലങ്ങളാണ്. കിണർ വെള്ളം ഞാൻ എടുത്തു പറയുന്നില്ല. നല്ല ചെങ്കല്ലിന്റെ വെള്ളമാണ് നമുക്ക് താഴേക്ക് പോകുന്തോറും കിട്ടുന്നത്. കിണറിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഭംഗിയായ ഒരു ഏരിയ അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ബാക്ക് സൈഡിലാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലൊരു ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു സ്പോട്ട് ലൈറ്റ് ഫെസിലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീടിന്റെ ബാക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്ത് പകുതി ഭാഗത്തോളം ഈ ഒരു സ്റ്റോൺസ് കഴിഞ്ഞ പിന്നീട് അങ്ങോട്ട് ടൈലാണ്. നമുക്ക് വർക്ക് ഏരിയയാണ് ആ ഭാഗത്ത് കാണുന്നത്. വീടിന്റെ നമ്മൾ ഗേറ്റ് കടന്നിട്ട് നേരെ റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ സെയിം തന്നെയാണ്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ആ ഒരു ഏരിയ ലാസ്റ്റ് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നമുക്ക് വർക്ക് ഏരിയ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വീടിന്റെ ചുറ്റിനും ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. നമുക്കൊരു ചെറിയ സിറ്റ് ഔട്ട് ആണ് ഇവിടെ കിട്ടുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിൽ ചെറിയ ഡിസൈൻ ഒക്കെ വരുന്ന ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സിറ്റ് ഔട്ടിൽ ചെറിയ സിറ്റ് ഔട്ട് ആണ്. ഇതിന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ലൈറ്റ് ഫിറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മെയിൻ ഡോർ. ഒറ്റ പാളിയിലായിട്ടാണ് ഡോർ ചെയ്തിരിക്കുന്നത്. നല്ല വീതിയുള്ള കട്ടളപ്പടിയിലാണ്. ഈ വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. മെയിൻ ഡോർ ഫേസ് ചെയ്യുന്നത് വെസ്റ്റ് സൈഡിലേക്കാണ്. ഇവിടുത്തെ മരങ്ങളെ കുറിച്ചൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ആഞ്ഞലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ഡോറുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ നമുക്കൊരു വോളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ആ വോള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ വാൾ പേപ്പറാണ്, ഡിസൈൻ ആയിട്ടുള്ള വാൾ പേപ്പർ ഒട്ടിച്ചിരിക്കുന്നത്. വീടിനകത്തേക്ക് കയറി ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഇവിടെ TV ഒക്കെ വെക്കാനുള്ള സ്പേസ് ഒക്കെ കിട്ടുന്നത്. ഇവിടുത്തെ ടൈല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടൊരു ഡിസൈൻ ടൈലാണ് വരുന്നത്. ചെറിയൊരു ലൈറ്റ് ബ്രൗണിഷ് ഷെയ്ഡ് വരുന്ന ഒരു ടൈലാണ്. നല്ല ഡിസൈൻ ഒക്കെ ആയിട്ട് ഒരു ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വിൻഡോസ് കാണാം. വിൻഡോയുടെ പ്രൊജക്ട് ചെയ്ത് വെക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ മൾട്ടിവുഡ് കൊണ്ട് കവർ ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വിൻഡോ ഇരിക്കുന്ന ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ടും ഭംഗിയായിട്ടുള്ള വാൾ പേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്.
ഇവിടുത്തെ ടി വി വെച്ചിരിക്കുന്ന ഏരിയ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. നല്ല രീതിയിലുള്ള ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മുകളിലാണെങ്കിലും സൈഡിലൊക്കെ നിറയെ ഓപ്പൺ ഷെൽഫുകളും താഴെ നമുക്ക് ക്ലോസ് ചെയ്യാവുന്ന ഷെൽഫുകളൊക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയാക്കിയിട്ടാണ് ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിനും കൂടുതൽ വർക്കുകൾ തന്നെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ സിമ്പിൾ ആയ വർക്കുകളുമാണ്. LED സ്ട്രിപ്സും LED ലൈറ്റും വുഡൻ പാനലിങ്ങുകളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടി വി യൂണിറ്റിന് ഈ ഭാഗത്തായിട്ട് നമുക്ക് നല്ലൊരു ക്ലോക്ക് ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന വഴിക്ക് ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് വാൾപേപ്പർ ആണ് ഒട്ടിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്ന വഴിക്ക് നമ്മൾ നടന്നു വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നമുക്ക് കാണാൻ പറ്റുന്നത്. സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെയിൽസ് ഒക്കെ വന്നിട്ട് വുഡിലും അതിനകത്തുള്ള ഭാഗങ്ങളെല്ലാം അയണിന്റെ ബാറുകൾ ഇട്ടിട്ടാണ് ക്രോസ് ഷേപ്പിൽ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആയിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. സ്റ്റെപ്സ് എല്ലാം വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ ഒക്കെ താഴെ വരുന്ന ഭാഗം മൾട്ടിവുഡ് കൊണ്ട് സേഫ് ആയിട്ട് നല്ല രീതിയിൽ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ആണെങ്കിൽ നമുക്ക് 2 ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടർ ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ഈ ഭാഗം യൂസ് ചെയ്യാം. അതുകൂടാതെ മറ്റു സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് ഈ ഒരു സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഇവിടെ ഇരിക്കാവുന്ന ആളുകളുടെ എണ്ണം നോക്കുവാണെങ്കിൽ ഒരു ഫാമിലിയിലുള്ള 4ഓ 5ഓ പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റൗണ്ട് ടേബിൾ ഇടാവുന്ന നല്ലൊരു സ്പേസ് നമുക്ക് ഡൈനിങ്ങിൽ കിട്ടുന്നുണ്ട്. ഈ വീട്ടിൽ നമുക്ക് 4 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. 2 എണ്ണം താഴെയും 2 എണ്ണം മുകളിലുമായിട്ടാണ് വരുന്നത്. നമ്മൾ അവിടുന്ന് വരുന്ന വഴിക്ക് ഈ ഭാഗത്തായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ ഒരു പാറ്റേൺ ഒക്കെ നോക്കുവാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13x12 13-12 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വിൻഡോസ് നിങ്ങൾക്ക് കാണാം. എല്ലാ വിൻഡോസും തന്നെ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗം കോൺക്രീറ്റ് കാണാതെ മൾട്ടിവുഡ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വാർഡ്രോബ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ ഡിസൈനുകളൊക്കെ വരുന്ന മോഡലിൽ തന്നെ മൾട്ടിവുഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ കൂടി അവിടെ കിട്ടുന്നുണ്ട്. റൂഫിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിങ്ങുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു ഫാനും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഷോ ലൈറ്റ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഷോ ലൈറ്റിന്റെ താഴെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിന്റെ ഡോറിന്റെ മോഡൽ വന്നിട്ട് ഈ രീതിയിലാണ് കിട്ടുന്നത്. നല്ല രീതിയിൽ താഴേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ബാത്റൂം. അതുകൊണ്ട് തന്നെ വെള്ളം ഒന്നും പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് വളരെ സഹായകമാണ്. അകത്തുള്ള ടൈല് നോക്കുവാണെങ്കിലും ഗ്രേ കളർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിന്റെ ഫിറ്റിംഗ്സ് എല്ലാം തന്നെ വന്നിട്ട് സെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ഈ ഒരു കേബിളുകൾ എല്ലാം നോക്കുവാണെന്നുണ്ടെങ്കിൽ വി ഗാർഡിന്റെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ആയ കമ്പനിയുടെയാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് ഓപ്പൺ കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൂടാതെ നമുക്ക് ഇനിയിപ്പോൾ ഈ ഡൈനിങ് ഹാളിൽ കാണേണ്ടത് ഇവിടുത്തെ വാഷ് ഏരിയ ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. വാഷ് ബേസിന് ഇരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈനോട് കൂടിയ വാഷ് ബേസിനാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ താഴെയാണെങ്കിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. മുകളിലേക്കുള്ള ഭാഗം നല്ല രീതിയിൽ ബ്ലാക്ക് കളറിൽ മൾട്ടിവുഡുള്ള ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ കിട്ടുന്നത്. നമുക്ക് കിച്ചണിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂമും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഈ കാണുന്ന വോളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ വാൾപേപ്പർ ഡിസൈനുകളാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് കിച്ചണിന്റെ എൻട്രൻസ് വരുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ ആണെങ്കിൽ ഡോറിന്റെ പാറ്റേൺ ഒക്കെ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 10x10 10x10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഒരു സിംഗിൾ കോട്ടാണ് നമുക്ക് ഇവിടെ ആപ്റ്റ് ആയിട്ടുള്ളത്. 2 സൈഡിലെ വിൻഡോസ് വരുന്നുണ്ട്. അതുകൂടാതെ റൂഫ് നോക്കുവാണെങ്കിലും കാണാം നല്ല രീതിയിലുള്ള വുഡൻ പാനലിങ്ങുകൾ ചെയ്തിട്ടുണ്ട്. LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ റൂമിലും തന്നെ ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് വാർഡ്രോബ് കിട്ടുന്നത്. ഗ്രേ കളറിലുള്ള ഒരു സെയിം ഡിസൈൻ തന്നെയാണ് വാർഡ്രോബുകൾക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് വാർഡ്രോബുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോറിന്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. എല്ലാ ബാത്റൂമുകളും താഴേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്തെ ടൈല് നോക്കുവാണെങ്കിൽ ഒരു വൈറ്റ് കളറിൽ കുറച്ച് ഡിസൈനുകളൊക്കെ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിലുള്ള 2 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ കിച്ചൺ ആണ്. കിച്ചൺ കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ ഒരു എൻട്രൻസ് നിങ്ങൾക്ക് ദൂരെ നോക്കിയാൽ കാണാം. ഇതിന്റെ ഈ ഒരു കൗണ്ടർ ടോപ്പ് പോർഷൻ വന്നിട്ട് വൈറ്റ് കളറുള്ള ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. സെയിം ഡിസൈൻ തന്നെയാണ് ഇതിന്റെ അകത്തും വരുന്നത്. ഈ ഒരു എൻട്രൻസിൽ 3 ഹാങ്ങിങ് ലൈറ്റ് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഹാങ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ നമുക്കൊരു 3 പേർക്കൊക്കെ നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചണിന്റെ ഒരു ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വന്നിട്ട് ഒരു ബ്രൗൺ കളറും ആണ് വരുന്നത്.
കിച്ചൺ ക്യാബിനറ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡൻ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് മുകളിലേക്കൊക്കെ വരുന്ന ഭാഗങ്ങളും വുഡൻ പാനലിംഗ് ചെയ്തിട്ട് വളരെ സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് 4 വിൻഡോസ് കിട്ടുന്നുണ്ട്. അത് കൂടാതെ ഈ താഴെ ഭാഗത്തായിട്ട് 3 വിൻഡോസും ആണ് കിട്ടുന്നത്. ഇലക്ട്രിക് ചിമ്മിനി ഇവിടെ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇതിന് നേരെ ടോപ്പിലേക്ക് നോക്കിയാൽ കാണാം അവിടെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള വർക്കുകളും റൂഫിൽ ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് നമുക്ക് വർക്ക് ഏരിയക്കായിട്ട് കിട്ടുന്നത്. മുകൾ വശത്ത് ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ സൈഡുകളും പോളി കാർബൺ ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ട് 2 സൈഡിലും 2 ഡോറുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും നമുക്കൊരു സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ ഫെസിലിറ്റികളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സ്റ്റെപ്പ് കയറി വരുന്നതിന്റെ ഇവിടെ നമുക്കൊരു വലിയ വോള് കിട്ടുന്നുണ്ട്. ആ വോളിൽ നോക്കിക്കഴിഞ്ഞാൽ റൗണ്ട് ടൈപ്പ് ആയിട്ടുള്ള കുറച്ച് ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തെല്ലാം തന്നെ ഗ്ലാസ് ഇട്ടിട്ട് കംപ്ലീറ്റ് സേഫ് ആക്കി, അത് കൂടാതെ ഗ്രില്ലും കൂടി ഇരുമ്പിന്റെ അയൺ ഗ്രിൽസും കൂടെ കൊടുത്തിട്ട് സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വരുന്ന വഴിയിൽ മുകളിൽ നോക്കിയാൽ കാണാം ഭംഗിയായിട്ടുള്ള ഡിസൈനുകളും ഹാങ്ങിങ് ലൈറ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. റൂഫിലൊക്കെ വർക്കുകൾ ആവശ്യത്തിന് മാത്രമുള്ള LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഹാങ്ങിങ് ലൈറ്റ് തന്നെയാണ്. നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഇവിടെ തുടങ്ങി ഹാൻഡിൽസ് നിങ്ങൾക്ക് കാണാം. താഴെ തുടങ്ങി ഈ ഒരു ഭാഗം വരെ കംപ്ലീറ്റ് സേഫ് ആയിട്ട് ക്രോസ് ലൈൻസ് ഒക്കെ ഇട്ട് അയൺ ബാറുകൾ ഇട്ടിട്ടാണ് സേഫ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിതൊരു വലിയ സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ക്യാമറയിൽ നിന്ന് ഞാൻ നിൽക്കുന്ന ദൂരവും നമ്മൾ നോക്കിയാൽ കാണാം ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് TV യൂണിറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങോട്ടേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പായിട്ട് സ്റ്റെപ്പ് കയറി വന്ന് ആദ്യത്തെ ഭാഗത്ത് നമുക്ക് എന്തൊക്കെയാണ് ഏതൊക്കെ റൂംസ് ആണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെയായിട്ട് നമുക്കൊരു ഡോറ് കിട്ടുന്നുണ്ട്. ഈ ഡോർ തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. യൂട്ടിലിറ്റി ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ധാരാളം ഓപ്പണിങ്സ് ഒക്കെ വരുന്നുണ്ട്. അയൺ ബാറുകൾ ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആയിട്ട് അത് കവർ ചെയ്തിരിക്കുകയാണ്. ഫ്ലോർ നോക്കുവാണെങ്കിൽ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. ഒരു വുഡൻ ടൈപ്പ് ഓഫ് ഫ്ലോർ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. ടെറസ് വന്നിട്ട് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു 4 BHK വീടാണ്. നമ്മളിവിടെ താഴെ 2 ബെഡ്റൂമുകൾ കണ്ടു. നമുക്കിനി മുകളിൽ 2 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. ഈ സ്റ്റെപ്പ് കയറി നേരെ വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു വോള് കിട്ടുന്നുണ്ട്. ആ വോള് കംപ്ലീറ്റ് ആയിട്ട് മൾട്ടി വുഡ് കൊണ്ടുള്ള നല്ലൊരു ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് നമുക്കൊരു ബെഡ്റൂം കിട്ടുന്നത്. ബെഡ്റൂമിന്റെ മുകളിലത്തെ ഭാഗത്തുള്ള ഡോറൊക്കെ നോക്കുവാണെങ്കിൽ ഇതേപോലെ ഒരു ഡിസൈൻ ആണ് എല്ലാം ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറിൽ ഒരു ഡിസൈൻ വരുന്ന ടൈപ്പ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ 13x10 ഫീറ്റ് 13x10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് കാണാം. ഇവിടെ ആയിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് വാർഡ്രോബ് വരുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ കൂടി കിട്ടുന്നുണ്ട്. റൂഫിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെയുള്ള മൾട്ടിവുഡ് കൊണ്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് വലിയ LED ലൈറ്റ് ഫിറ്റിങ്ങുകളുമാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമുകളുടെയൊക്കെ ഡോറിന്റെ പാറ്റേൺ ഒക്കെ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ഒരു ടൈലാണ് വോളിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, സെറയുടെ തന്നെയാണ് എല്ലായിടത്തും ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം കണ്ടിട്ട് നമ്മൾ വീണ്ടും ഇവിടുത്തെ ഒരു ഹാളിലേക്കാണ് വരുന്നത്. ഈ ഒരു ഹാൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിരുന്നതാണ്. അപ്പൊ ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ടോട്ടൽ 3 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി 4ാമത്തെ ബെഡ്റൂമാണ് കാണേണ്ടത്. ആ ഒരു റൂമിൽ നിന്ന് ഇറങ്ങി ഈ ഒരു ഭാഗത്തായിട്ട് സെയിം ഡോറിന്റെ പാറ്റേൺ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 4th ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13x12 13x12 സൈസിലാണ്, 13x12 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ആ വുഡൻ ഒറിജിനൽ കളർ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാർഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. അതിനോട് കൂടി അറ്റാച്ച് ചെയ്തതിന് ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് കിട്ടുന്നുണ്ട്. റൂഫിലാണെങ്കിലും നേരത്തെയൊക്കെ കണ്ടതുപോലെ ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. വുഡൻ പാനലിങ്ങുകളും നമുക്ക് LED ലൈറ്റുകളും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിനകത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്കൊരു ഗ്രേ ആൻഡ് ഓഫ് വൈറ്റ് കളറിന്റെ ഒരു മിക്സ്ചറാണ്. ചെറിയൊരു ഡിസൈൻ ഒക്കെ ഉള്ള ടൈലുകൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂം നമുക്ക് കിട്ടുന്നത്. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ആ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുന്നത് ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. നമുക്ക് വളരെ വലിയൊരു ഹാള് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ലിവിംഗ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്.
ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ട് തന്നെയാണ്. താഴെ നമ്മൾ കണ്ട ആ ഒരു സെയിം മോഡൽ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. താഴെയൊക്കെ നമുക്ക് കബോർഡുകളായിട്ട് തിരിച്ച് ഡോറുകളൊക്കെ വെച്ചിട്ടുണ്ട്. മുകളിലൊക്കെ ആണെങ്കിലും ഇതിന്റെ ബാക്ക് സൈഡൊക്കെ ആണെങ്കിലും LED ലൈറ്റുകളും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും നല്ല രീതിയിലുള്ള വുഡൻ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെ കൊടുത്തിട്ട് വളരെ മിനിമൽ വർക്കുകളാണെങ്കിൽ പോലും നല്ല ഭംഗിയായിട്ട് ഫീൽ ചെയ്യുന്ന വർക്കുകളാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് കാണുന്നത് ഇവിടുത്തെ ബാൽക്കണിയാണ്. ഇവിടെ നിന്നുള്ള ഡോർ തുറന്ന് നമ്മൾ ഇറങ്ങുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. വളരെ വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ ബാൽക്കണിക്കായിട്ട് കിട്ടുന്നുണ്ട്. ബാൽക്കണിയുടെ ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിറയെ വർക്കുകളാണ് റൂഫിൽ. LED സ്ട്രിപ്പുകൾ 2-3 ലൈനുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ വലുതും ചെറുതുമായിട്ടുള്ള LED ലൈറ്റുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ബാൽക്കണി കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് ഇട്ടിട്ടാണ്. അതിനുള്ളിൽ വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വില്ലകളുടെ നമ്മൾ പരിചയപ്പെട്ടത് നമ്മൾ ഇവിടെ സെയിലിനായിട്ടുള്ളത് 3 വില്ലകളാണ്. ഇതിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ എല്ലാം മുനിസിപ്പൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ്. അപ്പം ഇതിലൂടെ പാസ് ചെയ്ത് പോകുന്ന വാഹനങ്ങളും ആളുകളും ഒക്കെ നമ്മുടെ വീട് കണ്ടു കഴിഞ്ഞാൽ നല്ല അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ തന്നെയാണ് എലിവേഷൻ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഭംഗി നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന 3 വില്ലകൾ സ്ഥിതി ചെയ്യുന്നത്. 75 ലക്ഷം തുടങ്ങി 1.10 ഇടയ്ക്ക് 75 ലക്ഷത്തിനും 1.10 ഇടയ്ക്കാണ് ഈ കാണുന്ന വില്ലകളുടെ പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പൊ അതിനകത്ത് ഒരു വില്ല കംപ്ലീറ്റ്ലി വർക്ക് കഴിഞ്ഞ് കിടക്കുന്ന ഒരു വില്ലയാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. ബാക്കിയുള്ള വില്ലകളുടെയും വർക്കുകളൊക്കെ തന്നെ കഴിഞ്ഞതാണ്. ഫൈനൽ ഫിനിഷിംഗ് സ്റ്റേജോട് കൂടിയിട്ടാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തുള്ള വില്ലകളുടെ ഞാൻ പറഞ്ഞിരുന്നു ലാൻഡ് നോക്കുവാണെങ്കിൽ 3.8-നും 5.8-നും ഇടയ്ക്കുള്ള ലാൻഡ് അളവുകളിലാണ് ഈ കാണുന്ന വീടുകളെല്ലാം തന്നെ വരുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട വീട് 3.8 സെന്റ് ലാൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. 3.8 ആണ് ഇതിന്റെ ലാൻഡ് അളവ് വരുന്നത്. 1800 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഈ വീടിന് 4 ബെഡ്റൂമുകളാണ് ഉള്ളത്. ഇവിടെ പാർക്ക് ചെയ്യാവുന്ന വാഹനങ്ങളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 2 കാറുകൾ ഇവിടെ നമുക്ക് സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ വെള്ളത്തിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിണറുണ്ട്. അതുകൂടാതെ KWയുടെ വാട്ടറും കൂടിയാണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. ഇന്ന് പരിചയപ്പെട്ട വീടിന്റെ റേറ്റ് എന്ന് പറയുന്നത് 80 ലക്ഷം രൂപയാണ്. അത് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. 80 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. ഈ 3 വീടുകളിൽ ഏതെങ്കിലുമൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവര് മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളിലെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.